ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ, അസമാധാനം, അതുപോലെ തന്നെ വ്യത്യസ്തമായ ഭയങ്ങൾ, രോഗങ്ങൾ, ചില ആളുകൾക്ക് വിവാഹം കഴിച്ചിട്ടും സന്താന സൗഭാഗ്യം ലഭിക്കാത്തതിലുള്ള വിഷമങ്ങൾ, അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ തകർച്ചകൾ, പലിശക്കിണികൾ, ലഹരിക്കും ഓൺലൈൻ സംവിധാനങ്ങൾക്കും അഡിക്ഷനായിക്കൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അങ്ങനെ ഒരു അഗ്നിപർവ്വത സമാനമായ രീതിയിൽ മനസ്സ് വിങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നം, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഒരു പരിസരത്ത് ഇപ്പോൾ വിശിഷ്യ കേരളത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം വർഗീയതയാണ്. ഓരോ ദിവസവും സമൂഹങ്ങളെ തമ്മിൽ അകറ്റുന്ന രീതിയിലുള്ള സന്ദേശങ്ങളാണ് സോഷ്യൽ മീഡിയകളിലൂടെ ഇന്ന് പ്രസരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രശ്നം, ഇതിൽ ആദ്യം പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി രണ്ട് സാധ്യതകളാണ് ആളുകൾ കാണാറുള്ളത്. അതിലൊന്ന്, മനുഷ്യൻ്റെ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുവാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ കാണുന്നത് മതരഹിത ജീവിതമാണ്. ഒരു സ്വതന്ത്ര ജീവിതം, ഒരു സ്വതന്ത്ര ചിന്ത. ഇപ്പോൾ ചില കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂ ജനറേഷൻ്റെ അടുക്കൽ നിന്ന് വരുന്ന ഒരു ചിന്ത, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങളാരും ഇടപെടേണ്ടതില്ല, നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളും ഇടപെടാൻ വരുന്നില്ല, ഞങ്ങൾ സ്വതന്ത്രമായി ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അങ്ങ് ജീവിച്ചു കൊള്ളാം, ഇവിടെയുള്ള മതങ്ങളോ തത്വശാസ്ത്രങ്ങളോ അതൊന്നും ഞങ്ങളെ ഉപദേശിക്കാൻ വരേണ്ടതില്ല, എല്ലാവരും അവർക്ക് പറ്റുന്ന രീതിയിൽ അവരവരുടെ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടായെടുത്ത ഒരു ജീവിത രീതി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി എന്നാണ് ചില ആളുകളൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ തത്വശാസ്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ മറവിൽ മദ്യവും മയക്കുമരുന്നും അതുപോലെയുള്ള സംഗതികളും അവർ അഡിക്റ്റാണ് എന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്സിന്, സൈബർ സെക്സിന് അവർ അടിമകളാണ്. ഇങ്ങനെയുള്ള ദുസ്വഭാവങ്ങളെയൊക്കെ മൂടി വെക്കാൻ പറയുന്ന ഒരു തത്വശാസ്ത്രം മാത്രമാണ് ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങളാരും ഇടപെടേണ്ട, ഞങ്ങളൊരു സ്വതന്ത്ര രീതിയിലാണ്, ഒരു ലിബറൽ മനസ്സിലാണ് ഞങ്ങൾ പോകുന്നത് എന്നത്. ഇതാണ് ഒരു പരിഹാരം. മറ്റൊരു പരിഹാരം നമ്മൾ കാണുന്നത്, ഒന്ന് മതമില്ലാത്തതാണ് പരിഹാരമായി കാണുന്നതെങ്കിൽ മറ്റൊന്ന് മതത്തിൻ്റെ മറവിൽ ആത്മീയമായ ചൂഷകർ രംഗത്ത് വരുന്നു എന്നതാണ്. അതായത് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഭയങ്ങളും ഉണ്ടാകുമ്പോൾ അതൊക്കെ ഞങ്ങൾ മാറ്റിത്തരാം, ഞങ്ങളുടെ അടുക്കൽ വന്നാൽ മതി എന്ന് പറഞ്ഞ ആത്മീയ ചൂഷണ കേന്ദ്രങ്ങൾ ഇന്ന് കൂടുപോലെ പല പ്രദേശങ്ങളിലും മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വ്യക്തികൾ അഭിമുഖീകരിക്കുന്ന അന്തസംഘർഷങ്ങൾക്ക് പരിഹാരമായി കാണുന്ന രണ്ട് വഴികൾ.